വോട്ടർ പട്ടിക തീവ്രപരിശോധനയ്ക്കെതിരെ LDF പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ ജുജു ഗോൾഡൻ ഡയമണ്ട്സ്, സെൻട്രൽ ബസാർ, പയ്യന്നൂർ. വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധനയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് LDFന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് തലത്തിൽ പ്രതിഷേധ സായാഹ്നം നടത്തി. ചെറുപുഴയിൽ കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായും അതിനെ എതിർക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ജനാധിപത്യ ബോധത്തിൽ അധിഷ്ഠിതമായ ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിപ്പിക്കുന്ന നമ്മുടെ രാജ്യത്തിന് ഈ രാജ്യത്തെ മാതൃകാപരമായ പ്രവർത്തനം ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. ചേർത്തുകൊണ്ട് എങ്ങനെ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാം എന്നതിന്റെ മാതൃകയും RSSന്റെ നേതൃത്വത്തിലും അതുപോലെ തന്നെ BJP സംഘപരിവാർ സംഘങ്ങളും നടത്തുമ്പോൾ ശക്തമായി എതിർത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് നടത്തിയിട്ടുള്ള ഒരു സംസാരമാണ്. നമ്മുടെ കേന്ദ്രം ഞെരുക്കുമ്പോഴും കേന്ദ്രത്തിന്റെ സഹായം തേടാതെ തന്നെ പല കാര്യങ്ങളും നടപ്പിലാക്കിയിട്ടുള്ള ഒരു സംസാരമാണ്. സ്വീകരിക്കേണ്ടതായ സാഹചര്യവും നമുക്ക് സംജാതമാകും. നമ്മൾ സാമ്പത്തികമായി GST ഭരണപരിഷ്കാരം നടപ്പിലാക്കിയപ്പോൾ നമ്മൾ GSTയുടെ തോത് കുറച്ചപ്പോൾ കേരളത്തിൽ കിട്ടേണ്ട വിഹിതങ്ങൾ പരമാവധി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. തനത് വരുമാനം കുറഞ്ഞ ഏറ്റവും GSTയുടെ ആനുപാതികമായ വിതരണ പ്രക്രിയയിലൂടെ മാത്രമേ നേടിയെടുക്കാൻ കഴിയൂ എന്നുള്ളടക്കം ഗവൺമെന്റ് നമ്മളെ ഞെരുക്കുകയാണ്. അതുകൊണ്ട് തീവ്രമായി അവർ പരിശോധിക്കുമ്പോൾ യഥാർത്ഥ വോട്ടർമാർ പട്ടികയിൽ തന്നെ ഉണ്ടാവണം. കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടിക പരിഷ്കരിക്കുവാനും ഈ തീവ്ര പരിശോധന നടത്തുവാനും ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ വാർത്താ സമ്മേളനത്തിലൂടെ തീരുമാനമെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ശക്തമായി എതിർത്തുകൊണ്ട് അതിനെ ആദ്യമായി പ്രതിഷേധിക്കുവാൻ, ആദ്യമായി ഇതുപോലുള്ള സംവിധാനങ്ങൾ ഈ രാജ്യത്ത് അടിച്ചേൽപ്പിക്കുന്നതിനെ എതിർക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംവിധാനങ്ങൾ, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. KD അഗസ്റ്റിൻ അധ്യക്ഷനായി. ജോയിസ് പുത്തൻപുര, ഡെന്നി കാവാലം, KR ചന്ദ്രകാന്ത്, KM ഷാജി, KF അലക്സാണ്ടർ എന്നിവർ സംസാരിച്ചു. നമ്മുടെ രാജ്യത്ത് RSSന്റെ പ്രവർത്തനം മുന്നോട്ട് പോകേണ്ടത് എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ള RSSന്റെ ഗ്രന്ഥമാണ് വിചാരധാര. അതിന് നിർദ്ദേശം സമർപ്പിക്കുന്നതിന് വേണ്ടി ഡോക്ടർ മുഞ്ചയെയാണ് ഗോൾവാക്കർ ചുമതലപ്പെടുത്തിയത്. വിദേശത്തുള്ള പല രാജ്യങ്ങൾ സന്ദർശിച്ചു. അദ്ദേഹം മുസോളിനിയും ഹിറ്റ്ലറും ആ രണ്ട് ഭരണാധികാരികളുടെ ഭരണ നേട്ടങ്ങൾ, ആ ഭരണം എങ്ങനെയാണ് പോകുന്നത് അതുപോലെ ഇന്ത്യ പോകണം എന്നാണ് വിചാരധാരയിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു ഫാസിസ്റ്റ് രാജ്യമായി ഇന്ത്യ മാറണം എന്ന് വളരെ കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥമാണ് വിചാരധാര. അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന RSSന് പിന്നീട് വന്ന രാഷ്ട്രീയ മുഖമാണ് BJP. പെരിങ്ങോത്ത് നടന്ന പരിപാടി CPI ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KV ബാബു ഉദ്ഘാടനം ചെയ്തു. PV തമ്പാൻ അധ്യക്ഷനായി. V നാരായണൻ, P നളിനി എന്നിവർ സംസാരിച്ചു. NV സുജിത് കുമാർ സ്വാഗതം പറഞ്ഞു. മാതമംഗലത്ത് CPIM ജില്ലാ കമ്മിറ്റി അംഗം P സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. അജിത് കുമാർ അനീക്കം അധ്യക്ഷനായി. P സജികുമാർ, ജോസ് മറ്റത്തിൽ, ജോസ് മാത്യു എന്നിവർ സംസാരിച്ചു. KB ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. എന്റെ മകൻ അഭിക്ക് ദിവ്യയെ ഇഷ്ടമാണ്, ദിവ്യക്ക് അഭിയെയും. അപ്പൊ എങ്ങനെയാ, അവരുടെ ഇഷ്ടം നടത്തുകയല്ലേ? വിഷമായോ? എന്ത് വിഷമം? അവളുടെ സ്വപ്നം നടക്കട്ടെ. അച്ഛാ, കല്യാണ ദിവസം നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അണിഞ്ഞു വേണം എനിക്ക് ഒരുങ്ങാൻ. അഫ്സലേ, നമ്മുടെ തെക്കേപ്പറമ്പ് നോക്കാൻ വന്ന നാസറിന്റെ മോനില്ലേ, അവനോട് നാളെ തന്നെ വരാൻ പറ.
രാവിലെ തന്നെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയല്ലേ? മോളുടെ സ്വപ്നങ്ങൾ നടക്കട്ടെ. അച്ഛന്റെ സ്വപ്നങ്ങൾക്ക് മുകളിലല്ല ഒരിക്കലും എന്റെ സ്വപ്നങ്ങൾ. IAS. പ്രിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ നെഞ്ചോട് ചേർത്തവർ. ജുജു ഗോൾഡൻ ഡയമണ്ട്സ്, സെൻട്രൽ ബസാർ, പയ്യന്നൂർ.